എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ഹീറോ അവൻ പതിയെ കണ്ണു തുറന്ന് അലാം ഓഫ് ചെയ്യും. അവൻ ഒരു സെക്കൻഡ് പുറത്തേക്ക് നോക്കും. പുറത്തെല്ലാം വളരെ ശാന്തമാണ്. അതിനുശേഷം ബ്രഷൊക്കെ ചെയ്ത് നമ്മുടെ ആള് ഗ്രാൻഡ് പേ വിഷ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഗ്രാൻഡ് പേ ആണെങ്കിൽ അവന്റെ റിങ്ങിലേക്ക് നോക്കി പറയും, എന്നെ പോലെ തന്നെ ഇപ്പൊ നിന്റെ റിങ്ങിനും വിശക്കുന്നുണ്ട്. അതിൽ മാജിക് പവർ വളരെ കുറവാണ്. സോ ഞാൻ അതിൽ ആവശ്യമായിട്ടുള്ള മാജിക് പവർ ഫില്ല് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ആ റിങ്ങിൽ ടച്ച് ചെയ്യും. ഞൊടിയിടയിൽ അതിൽ മാജിക് ഫില്ല് ആവുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ചെക്കൻ അവൻ എപ്പോഴത്തേതും പോലെ ഫ്രണ്ട്സിനോടൊപ്പം സ്കൂളിലേക്ക് പോകാൻ തയ്യാറാവും. ഇത്തവണ ആസിനും നമ്മുടെ പച്ചമുടി പെണ്ണിനും അവർക്ക് രണ്ടുപേർക്കും ഹീറോയെ കാണുമ്പോൾ എന്തോ ഒരു ചേഞ്ച് തോന്നും. എനിക്ക് എന്തോ ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടല്ലോ, അതെന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരവനെ അട്ടിമുടി പരിശോധിക്കും. അപ്പോഴായിരിക്കും ഹീറോ ഹെയർ കട്ട് ചെയ്തായിട്ട് കാണുക. ആസിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. എനിക്ക് വിരോധമില്ലെങ്കിൽ ഞാനും ഇതുപോലെ ഹെയർ കട്ട് ചെയ്യട്ടെ. അതിന് ഹീറോ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് അവനോട് പറയും, നിനക്ക് ആ സ്റ്റൈൽ ചേരില്ല, നിന്റെ ഇപ്പോഴത്തെ സ്റ്റൈൽ തന്നെയാണ് നിനക്ക് നല്ലത്. അതിനുശേഷം അവർ രണ്ടുപേരും ഇപ്പോൾ ഹീറോയുടെ ബാഗ് പിടിക്കാനായിട്ട് ഭയങ്കര തർക്കം. ഒടുവില് ഒടുവിൽ പച്ചമുടി പെണ്ണ് അവനോട് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ബാഗ് അവൾക്ക് പിടിക്കാൻ കൊടുക്കും. പിന്നീട് മൂന്ന് പേരും ഇതിയെ നടന്ന് ഇപ്പോ സ്കൂളിലേക്ക് പോവാണ്. സ്കൂളിന്റെ മുൻപിൽ എത്തുമ്പോഴായിരിക്കും കുറെ പേര് ചേർന്ന് വേസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്യുന്നത് കാണുക. അത് കണ്ട് ഹീറോയും അവന്റെ ഫ്രണ്ട്സും അവർ മൂന്ന് പേരും ആ വേസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്യാൻ അവരെ സഹായിക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ടീച്ചർ നോക്കി നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ക്ലാസ്സിലെത്തുമ്പോൾ കാലിക്കോ ടീച്ചർ സ്റ്റുഡൻസിനോട് പറയും, നിങ്ങൾ കുറെ കൂടെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. എൻഡ് ഓഫ് ടേം എക്സാം വരാൻ പോവാണ്. അതിൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ച് എല്ലാവരും പാസ്സാവണം. പാസ്സായില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്ത് അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഹീറോയ്ക്കാണെങ്കിൽ ഇഗോ പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാവില്ല. അവൻ ആ എക്സാമിനെ കുറിച്ച് ഈ പാസിനോടും പച്ചമുടി പെണ്ണിനോടും ചോദിക്കും. അവരത് പറയാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ടീച്ചർ അവനെ ഇപ്പോ ടീച്ചറുടെ അടുത്തേക്ക് വിളിക്കുകയാണ്. ടീച്ചർ പറയും, നീ നിന്റെ മാജിക് പവർ ഉപയോഗിച്ച് ഈ ഫ്രോഗിന്റെ കളർ അത് ചേഞ്ച് ചെയ്യും. അതിന് ഹീറോ അവൻ ആ റിങ്ങിന്റെ പവർ ഫസ്റ്റ് ലെവലിലേക്ക് ചേഞ്ച് ചെയ്ത് അതിന്റെ കളർ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യും. അത് കണ്ട് ആസും പച്ചമുടി പെണ്ണും ഒരു ക്ലാസ് റൂം ആണെന്ന് പോലും ആലോചിക്കാതെ കൈയൊക്കെ കൊട്ടി ഹീറോയെ ചെയർ ചെയ്യും. ഹീറോ ആണെങ്കിൽ ആ റിങ്ങിനെ നോക്കി താങ്ക്സ് പറയും. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോയനെ. ആക്ച്വലി ഹീറോ അവനൊരു ഹ്യൂമൻ ആയതുകൊണ്ട് തന്നെ മറ്റു ഡീമൻസിനെ പോലെ അവനെ കൊണ്ട് മാജിക് പവർ ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആശാമാര് അവര് മൂന്ന് പേരും കഫറ്റീരിയ ലക്ഷ്യമാക്കി പോവാണ്. ഇപ്പോ നമ്മുടെ ഹീറോയുടെ റാങ്ക് അത് 3rd ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പോലെ നല്ല നല്ല ഫുഡുകൾ അവനും കിട്ടും. അവർ കഫറ്റീരിയയുടെ തൊട്ടടുത്ത് എത്തുമ്പോഴേക്കും ഹീറോയുടെ റിങ്ങിലുള്ള ആ മോൺസ്റ്റർ പുറത്തേക്ക് വരികയാണ്. ഹീറോ ഷോക്കാവും, നീ എന്തിനാ ഇപ്പൊ പുറത്തേക്ക് വന്നേ? നിനക്ക് രാവിലെ ഗ്രാൻഡ് പാ ആവശ്യത്തിന് മാജിക് തന്നതല്ലേ? അതിനത് പറയും, എനിക്കിപ്പോ മാജിക് ഒന്നും ആവശ്യമില്ല, ഞാൻ വെറുതെ പുറത്തേക്ക് വന്നാണെന്ന് പറയുമ്പോൾ ഹീറോ ഷോക്കാവും. ആദ്യമായിട്ട് ആ മോൺസ്റ്റർ സംസാരിക്കുന്നത് ഇപ്പൊ ഹീറോ കേട്ടു. ഹീറോ മാത്രമല്ല ആ മോൺസ്റ്ററും ഇപ്പൊ ഷോക്കാവും. ഞാൻ എങ്ങനെ സംസാരിച്ചു, എനിക്കെങ്ങനെ ഈ കഴിവ് കിട്ടിയെന്നൊക്കെ ചോദിച്ച് അത് ടെൻഷനായി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകാൻ തുടങ്ങും. ഹീറോ അതിനെ മറ്റുള്ളവർ കാണാതെ മറച്ചു പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ അതാണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് തെറിച്ചു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഹീറോ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിനെ കാം ഡൗൺ ആക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും ഒരുപാട് പെൺകുട്ടികൾ അവിടേക്ക് വന്ന് ഷാഡോയെ കണ്ട് അതിനെ തന്നെ നോക്കി അത്ഭുതപ്പെട്ട് നിൽക്കും. ഹീറോ ഉടനെ അതുമായിട്ട് ഇപ്പൊ മറ്റൊരു ഭാഗത്തേക്ക് ഓടി വരികയാണ്. അതിനുശേഷം ആരുടെ കണ്ണിൽ പെടാതെ ഇപ്പൊ ആ ഷാഡോയുമായിട്ട് ഒരു മൂലയ്ക്ക് പോയിരിക്കും. ആ ഷാഡോ ആണെങ്കിൽ ഹീറോയോട് സംസാരിക്കാൻ തുടങ്ങും. ഇത്രയും നാളും എനിക്ക് എന്റെ ഇമോഷൻസ് ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പറയാൻ എനിക്ക് നിന്നെ കിട്ടിയിരിക്കുകയാണ്. ഗ്രാൻഡ് പേ എനിക്ക് ഒരുപാട് മാജിക് ഒക്കെ തന്ന് ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ നീ അത് ഒറ്റയടിക്ക് യൂസ് ചെയ്ത് എന്നെ പട്ടിണിയിലേക്ക് തള്ളിവിട്ടു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ബുദ്ധിമുട്ടി. അതിന് ഹീറോ ആണെങ്കിൽ തല താഴ്ത്തി അതിനോട് സോറി പറയും. ഐ എം റിയലി സോറി, ഒരു എമർജൻസി ഘട്ടത്തിലാണ് ഞാനത് ഉപയോഗിച്ചത്. ആ ഷാഡോ ആണെങ്കിൽ വീണ്ടും പറയും, അതുപോലെ തന്നെ ഇന്ന് മോർണിംഗ് നീ ഒരു തവളയെ അതിന്റെ നിറം ചേഞ്ച് ചെയ്തില്ലേ? ആക്ച്വലി നിനക്കൊരു കാര്യം അറിയോ, മാജിക്കിന്റെ പവർ അത് ഇമാജിനേഷൻ ആണ്. നിന്റെ ഉള്ളിലെ ഇമാജിനേഷൻ വളരെ കുറവാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നന്നായിട്ട് ഇമാജിൻ ചെയ്ത് കണ്ണും നീളമുള്ള കൈയും കാലും ഒക്കെ ഓർത്ത് എനിക്കൊരു ഹാൻസം ഷേപ്പ് ഇതാ. അത് കേട്ട് ഹീറോ ആണെങ്കിൽ അവൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഷേപ്പ് കൊടുക്കും. പക്ഷെ ആ ഷേപ്പ് കണ്ട് അത് ഒരു സെക്കൻഡ് ഷോക്ക് ആവുകയാണ്. യു ആർ അൺബിലീവബിൾ, ഇത്രയ്ക്ക് മോശമായിട്ടാണോ നിങ്ങൾ ഇമാജിൻ ചെയ്യണേ? എന്തായാലും കുഴപ്പമില്ല, എന്റെ മാസ്റ്റർ എനിക്ക് തന്ന രൂപമല്ലേ, ഇത് ഞാൻ സ്വീകരിക്കുകയാണെന്ന് പറയും. അതേസമയം ആവരിയാണെങ്കിൽ ആ ഗേളിന്റെ ഫോട്ടോയും നമ്മുടെ ഹീറോയുടെ ഫോട്ടോയും, അത് രണ്ടും വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. ആവരിയാണെങ്കിൽ കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കും, ഏയ്, ചിലപ്പോൾ ഇത്
ചാൻസ് ഇല്ല. ഇത് ഹീറോ ആവാൻ യാതൊരു വഴിയുമില്ല. അവൻ അവന്റെ ലക്ഷ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇതുപോലൊരു പെൺവേഷം കെട്ടി കൂത്താടാനൊന്നും അവൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് അവൾ സമാധാനിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ഹീറോയെ കാണിക്കും. ഹീറോയ്ക്ക് ആ ഷാഡോ ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. അവന്റെ കോസ്റ്റ്യൂം ഒക്കെ അതിങ്ങനെ ചേഞ്ച് ചെയ്യിപ്പിക്കും. ഹീറോ ഓരോ തരത്തിലുള്ള കോസ്റ്റ്യൂംസ് അന്ന് ഇമാജിൻ ചെയ്ത് സെക്കൻഡുകൾ കൊണ്ട് അവന്റെ ഡ്രസ്സും വേഷഭൂഷാദികളും ഒക്കെ ചേഞ്ച് ചെയ്യും. ചേഞ്ച് ചെയ്യുന്നത് കാണുമ്പോൾ ഷാഡോയ്ക്കും ഭയങ്കര സന്തോഷം. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ കോപ്പി ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങളുടേതായ ഒരു ഇൻഡിവിജ്വൽ സ്റ്റൈല് അത് നിങ്ങൾ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാവൂ. ഹീറോ ആണെങ്കിൽ മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ച് ആ ലേഡി ഗെറ്റപ്പിലേക്ക് വരും. കറക്റ്റ് സമയം ആവരി ഡോർ ഓപ്പൺ ചെയ്ത് അവിടേക്ക് വരികയാണ്. ഹീറോയെ ആ കോലത്തിൽ കണ്ട ആവരിക്ക് അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഓ മൈ ഗോഡ്, ഇത് നീ ആയിരുന്നോ? നീ എന്തിനാ ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ഇടുന്നേ? ഇത് വളരെ മോശമാണെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അവിടുന്ന് കടന്നു പോവാണ്. ഹീറോ വിളിച്ചു പറയും, പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്ക്. എന്റെ മോതിരം അതെനിക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നു, അതനുസരിച്ച് ഞാൻ വെറുതെ ചെയ്തതാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോ ആണെങ്കിൽ ഒരുപാട് സാഡായിട്ട് നടന്നു വരികയാണ്. ഉടനെ ആ ക്രീച്ചർ പുറത്തേക്ക് വന്ന് അത് ഹീറോയോട് പറയും, വാവ്, നീ ലേഡി ഗെറ്റപ്പില് അടിപൊളിയാണ്. നിനക്ക് വേണമെങ്കിൽ ആ ഗെറ്റപ്പ് തുടർന്നുകൂടെ? അതിന് ഹീറോ ദേഷ്യപ്പെട്ട് പറയും, നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ആവരി വന്നപ്പോ നീ എന്തുകൊണ്ട് പുറത്തേക്ക് വന്നില്ല? അതിനവൻ പറയും, മറ്റുള്ളവരെന്നെ കാണാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അവരെന്നെ കണ്ട തീർച്ചയായിട്ടും എന്നെ എക്സ്പെരിമെന്റിന് ഉപയോഗിക്കും. എനിക്ക് ഫേമസ് ആവാൻ യാതൊരു ഉദ്ദേശവും ഇല്ല, യാതൊരു ആഗ്രഹവും ഇല്ല. ഫേമസ് ആയാലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നിനക്കറിയാമല്ലോ. ഹീറോ ഒരു സെക്കൻഡ് അവൻ ഫേമസ് ആയതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളെല്ലാം ആലോചിച്ച് നോക്കും. അതെ, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ആവരി ഇപ്പോ എന്നെ തെറ്റിദ്ധരിച്ചു. അതെങ്ങനെയെങ്കിലും എനിക്ക് ശരിയാക്കണം. അതിന് നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? അതിനത് പറയും, അതൊരു വലിയ ടാസ്ക്കാണ്. നിനക്കൊരു കാര്യം അറിയോ? ഇതിനു മുൻപ് എന്നെപ്പോലുള്ള ക്രീച്ചേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും സ്വതന്ത്രമായിട്ട് ഇപ്പൊ പുറത്തിറങ്ങി വരാമായിരുന്നു. പക്ഷെ എന്നെപ്പോലൊന്നും മുൻപ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അത്ര ഈസി ആയിട്ട് പുറത്ത് കറങ്ങി നടക്കാൻ പറ്റില്ല. ഹീറോയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ഒരു ബുദ്ധി വെളിച്ചുണ്ടാവും. ഓക്കെ, കുഴപ്പമില്ല, നിന്നെ ഉപയോഗിച്ച് എനിക്ക് ഈസി ആയിട്ട് അവളെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നീ എന്നോട് സഹകരിക്കണം. നിനക്കൊരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കാം. അതിനു മുൻപ് ഈ കാര്യം എനിക്ക് ആദ്യമായിട്ട് എന്റെ ഗ്രാൻഡ് പേ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ റിങ്ങുമായിട്ട് ഗ്രാൻഡ് പേയുടെ അടുത്തേക്ക് വന്ന് നടന്നതെല്ലാം പറയും. ഗ്രാൻഡ് പേ ആണെങ്കിൽ ടെൻഷൻ ആവും. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. അത് വെറും ഒരു റിങ് ആണ്, അതിന് സംസാരിക്കാൻ പറ്റില്ല. അത് വെറും ഒരു റിങ് മാത്രമാണ്. അതില് മാജിക് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ആർക്കും അതിൽ നിന്ന് പുറത്തു വന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല. എനിക്ക് തോന്നുന്നത് നീ ആവശ്യത്തിന് റെസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. എന്തൊക്കെയോ ഹാലൂസിനേഷൻസ് നിന്നെ വേട്ടയാടുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ എങ്ങനെ അവന്റെ ഗ്രാൻഡ് പേ പറഞ്ഞു വിശ്വസിപ്പിക്കണം എന്നറിയില്ല. അയ്യോ ഇല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. ഉടനെ ആപ്ര അവൾ അവിടേക്ക് വന്ന് ഹീറോയെ പിടിച്ച് വലിച്ച് റെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. പാട്ടൊക്കെ പാടിക്കൊടുത്ത് ഇപ്പൊ ഹീറോയെ ഉറക്കാനായിട്ട് ശ്രമിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ലൈബ്രറി കാണിക്കും. അവിടെ ഹീറോയോട് ക്രഷുള്ള ഒരു പെണ്ണ് ക്യാമറ വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അവളുടെ ഇഷ്ടപ്രാണേശ്വരനായ ഹീറോയുടെ ഒരുപാട് ഫോട്ടോസ് അതിലെടുത്തു വെക്കണം എന്നാണ് അവളുടെ ആഗ്രഹം. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത ലൈബ്രറിയുടെ ഉള്ളില് നമ്മുടെ ഹീറോ അവൻ ആ റിങ്ങിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്നറിയാനായി ബുക്സ് ഒക്കെ അരിച്ചു പെറുക്കും. അപ്പൊ അതിലൊരു ബുക്കിൽ നിന്ന് ആ റിങ്ങിനെ കുറിച്ചുള്ള ചില ഇൻഫർമേഷൻ അവൻ കാണും. അതിന് ഒരുപാട് മാജിക്സ് ആവശ്യമാണ്. മാജിക് കുറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത കളറിൽ ഒരു ക്രീച്ചർ അതിൽ നിന്ന് പുറത്തേക്ക് വരും. അവൻ ആ റിങ്ങിനെ കുറിച്ച് കൂടുതൽ വായിക്കും തോറും അവന് പേടി കൂടി വരും. റിങ് ആണെങ്കിൽ അത് ചെയ്ത ഓരോരോ കാര്യങ്ങളായിട്ട് ഹീറോയോട് പറയും. പക്ഷെ എവിടെ വെച്ചാണ്, ഏത് പോയിന്റിൽ വെച്ചാണ് അതിന് കോൺഷ്യസ് കിട്ടിയതെന്ന് മാത്രം ആ റിങ്ങിന് ഓർമ്മയില്ല. ആ ക്രീച്ചർ ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ഇപ്പൊ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടാക്കി ഓടി നടക്കുകയാണ്. അത് കാണുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാവും, ഫയർ വർക്ക്സിന്റെ സമയം മുതലാണ് അതിന് കോൺഷ്യസ് ലഭിച്ചത്. മാത്രമല്ല, എനിക്ക് റാങ്ക് കൂടുന്തോറുമാണ് നിന്റെ പവറും കൂടിയത്. സോ ഞാൻ 4th റാങ്കിലേക്ക് പോയാൽ ഇനിയും നിന്റെ പവർ കൂടാൻ ചാൻസ് ഉണ്ട്. സോ എത്രയും വേഗം എനിക്ക് നിന്നെ വെച്ച് എക്സ്പെരിമെന്റ് നടത്തണം എന്ന് പറഞ്ഞ് അതുമായിട്ട് ഹീറോ പുറത്തേക്ക് വരും. ഹീറോ ആണെങ്കിൽ പതിയെ അതിനെ വെച്ച് ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്യാൻ തുടങ്ങും. മാത്രമല്ല, മറ്റുള്ളവർക്കും ഇപ്പൊ ഹീറോ നോർമൽ ആണെന്ന് തോന്നും. ഹീറോ ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് കൂർക്കം വലിച്ചുറങ്ങാണ്. അടുത്ത സെക്കൻഡ് അവൻ ഞെട്ടി എഴുന്നേക്കും. ഓ മൈ ഗോഡ്, അവൾ ഇപ്പോഴും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എത്രയും വേഗം അവളെ കൺവിൻസ് ചെയ്യണം എന്ന് ഹീറോ ചിന്തിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.